എങ്ങോട്ടാടാ ഈ വെയിലത്ത് പോകുന്നത്? ഈ ചൂടത്ത് പുറത്തിറങ്ങരുതെന്ന് എത്ര പ്രാവശ്യം പറയണം എന്നോട്? ഈ വെക്കേഷൻ വരുമ്പോഴേക്കും വരും വേനൽക്കാലം. വേനൽക്കാലത്തുള്ള വെക്കേഷൻ അല്ലേ പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. കേറി പോടാത്തേക്ക്. ഇപ്പൊ മഴക്കാലത്ത് ഒഴിവുള്ളപ്പോ മഴയല്ലേ പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. വല്ലാത്തൊരു അമ്മ ഞങ്ങള്. എന്താടാ പിറുപിറുത്തോണ്ട് പോണേ? ഒന്നുമില്ലേ. ഇന്നെന്തായാലും ബേബിനെ പ്രപ്പോസ് ചെയ്തിട്ട് തന്നെ കാര്യം. ബേബി ആടെ തന്നെ ഉണ്ടോ? എവിടെ പോവാനാ? റിനല്യമ്മ ആടെ ഉണ്ടാവോ ഇനി? എന്താണെങ്കിലും എന്താ, മുന്നോട്ടേക്ക് വെച്ച കാര്യം മുന്നോട്ടേക്ക് തന്നെ. എന്താ ചോട്ടാ പിന്നെ കണ്ടിട്ട് മൈൻഡൊക്കെ ആത്ത് ഓൻ അങ്ങോട്ട് തിരക്കിട്ട് പോണേ. എന്തായാലും വേണ്ടിയില്ല, രക്ഷപ്പെട്ട്. ബേബി ബേബി ഞാൻ പോയിന്നാണ് വിചാരിച്ചേ. ഈ ചോട്ടാപ്പ് ഇവിടെ തന്നെ ഉണ്ട് ഇനി. ബേബി എന്താ അങ്ങനെ ഒരു വർത്താനം? ഞാൻ എപ്പോഴും ബേബിന്റെ കൂടെ അല്ലേ. ആന്റി എപ്പോഴുള്ള ഒരു ബേബിയോട് നിർത്തുവോ? അതല്ലണ ഞാൻ ബേബിനപ്പൊ എന്താ വിളിക്കുക? ആരെങ്കിലും കേട്ടാലോന്ന് വിചാരിച്ചിട്ടാ. അതൊക്കെ മനസ്സിലാവുന്നുണ്ട് ബേബി. പാറു, would you be with me forever? എന്ത് ചോദ്യ ബേബി? ഇപ്പം എണീപ്പിക്കുന്നതിന് പണി കിട്ടുവോ? ഓന്റെ മുഖത്തൊരു കള്ള ചിരിയുണ്ട്. എളുപ്പം എന്റെ കള്ള ചിരിനെ പറ്റിയേക്ക് ആലോചിക്കുണ്ടാവുക. ഇതൊക്കെ ജന്മനാ ഉള്ള കള്ള ലക്ഷണം. എന്തായാലും എന്റെ പാറു, എന്റെ ബേബി സെറ്റായി. ഇനിയൊരു പൊളി പൊളിക്കണം. എന്റെ നോട്ടത്ര ശരിയില്ലല്ലോ. ഇങ്ങോട്ടവൻ കേറി കേറി വരണേ. ഇതെന്തവൻ കാണിക്കുന്നേ? മുഖത്തൊന്നാട്ട് കൊടുക്കാൻ തോന്നുന്നു. ഈശ്വരാ, ഞാൻ വളഞ്ഞ് നിലത്ത് വീഴു. ബേബി അവിടെ നിക്ക്, ബേബി അവിടെ നിക്ക്. എന്താ കുട്ടിക്ക് ചൂടോണ്ട്? എന്താ എനിക്ക് പറ്റിയത്? ഓ, ഇതൊരു സ്വപ്നം. ബേബിന്റെ കൂടെ അല്ലല്ലേ? ഓ മൈ ബേബി. ഒന്ന് കൊടയൊക്കെ എടുത്തത് നന്നായി. മഴ പെയ്യുന്നു വിചാരിച്ചിട്ടാ കൊടയെടുത്ത്. മഴയാണെ പെയ്യുന്നുമില്ല. ഇത് വെച്ചിട്ട് ഇംപ്രസ് ചെയ്യാനും പറ്റൂലല്ലോ. ഇനിയിപ്പോ എന്താ ഈ ഓള് വന്നാ ഷോ ഇറക്കാനും പറ്റൂല. എന്തായാലും വരുന്നോടത്ത് വെച്ച് കാണാം. മഴ പെയ്താതി ഭഗവാനെ. ലീവല്ലേ, ഫ്രണ്ട്സിനൊക്കെ പോയി കണ്ടേക്കാം. എന്തായാലും ക്ലാസ് ഇല്ലാത്ത നന്നായി. ആ കുട്ടി കുരിപ്പ് ഇവിടെ എങ്ങാനും ഉണ്ടാവൂ ഇനി? ഈശ്വര, ഞാൻ എപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓനെ പറ്റിയാണല്ലോ ചിന്തിക്കുന്നത്. ഈ ചോട്ടാപ്പിന്റെ ചെടിയെന്ന് വാങ്ങിച്ചിരുന്ന സ്വീറ്റി, ഇന്ന് നാളെ ഓഫാണല്ലേ? ഒന്ന് കാണുന്ന പ്രതീക്ഷ ഞാൻ നേരത്തെ ഇറങ്ങിയതാ. ചെക്ക, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്താ സ്വീറ്റി അങ്ങനെ ഇടോക്ക്? ചോട്ടാപ്പ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന വെറുതെ വിടും. ഞാൻ ഒന്ന് പോട്ടെ. നിന്നെ മൊത്തത്തിൽ ഞാൻ വെറുതെ വിടാ. അതിന്റെ മുന്നേ ഒരു കാര്യം പറ. എന്റെ പൊന്ന് ചോട്ടാപ്പി, എന്ത് കാര്യം ഉദ്ദേശിച്ചേ? ഇത് പറ. ഇത് പറ, ഇത് പറ. പറയിങ്ങോട്ട് വേഗം. സാധനം പറ, വേഗം പറ, വേഗം പറ. എന്ത് തേങ്ങ കളിക്കണേ? ഓ, ഒന്നും മനസ്സിലാകാത്ത പോലെ. ഇങ്ങനെ കാണിച്ചേക്ക് മനസ്സിലാവില്ല. ഞാൻ പൊട്ടത്തിയല്ല. അതിങ്ങനെ തുറന്നു പറയ്ക്ക് പറ്റൂല. പറ്റെങ്കിൽ ഞാൻ പറയൂല സ്വീറ്റി. ഈ പൊട്ടങ്ങളും കളിച്ചാട് കുത്തിരുന്നു. ഞാൻ പോവാ. ഈ ഐഡിയ വർക്കൗട്ട് ഒന്നും തോന്നുന്നില്ല. വേറൊരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. സ്വീറ്റി, എന്റെ സ്വീറ്റി, എന്റെ ബേബി, എന്റെ ഡാർലിംഗ്, ഐ ലവ് യു ബേബി. ഈ ചെരുപ്പിന്റെ അടിയിൽ നല്ല ഗ്രിപ്പ് ഉണ്ട്. ഈ ഇതിനെ കൊണ്ട് ഊരിപ്പിക്കണ്ട കേട്ടോ. ഓ, നല്ല വണ്ടി വിട്ടോ. നാല് എന്താ സ്വീറ്റി അങ്ങനെയൊരു വർത്താനോ? മോനെ, ഈ ഓവറാക്കല്ലേ കേട്ടോ. കൊറേ ആയി ഓന്റെ തുള്ളല്. എങ്ങോട്ടാ എന്റെ പോക്ക്? ഞാനൊന്നും പറയില്ല ചേട്ടി. സ്വീറ്റി, എപ്പ വേണേലും മഴ പെയ്യ. കാലാവസ്ഥ ഒന്ന് നോക്ക്. അയിനി എന്റെ കയ്യിൽ കൊടയുണ്ട്, അത് സ്വീറ്റിന്റെ കയ്യിലില്ല. ഈശ്വര, മഴ ഉണ്ടല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? സ്വീറ്റി, വെൽക്കം ടു മൈ അംബ്രല്ല. എനിക്ക് എന്റെ അമ്പറിലും വേണ്ട, ഒരു തേങ്ങ വേണ്ട. പൊയ്ക്കാട്ട്. കൊടയല്ലാത്ത വേറൊരു ഐറ്റം ഇറക്കാം. ഇനിയിപ്പോ എന്തായാലും ഒരു യാത്ര തുടരാം. സ്വീറ്റിന് വിട്ട് ഒരു കളിയുമില്ല. എന്നെങ്കിലും ഒരിക്കലും സെറ്റ് ആവാൻ നടക്കൂലല്ലോ. സെറ്റായാലും ഇല്ലെങ്കിലും എന്റെ യാത്ര തുടരും. സ്വീറ്റിയാണ് എന്റെ എല്ലാം. എന്നെങ്കിലും ഒരിക്കലും അവള് യെസ് പറയും അല്ലേ? യെസ് പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എന്തിനാ ചിന്തിക്കുന്നേ? മുന്നോട്ടേക്ക് വെച്ച കാലം മുന്നോട്ടേക്ക് തന്നെ. ക്ലാസ് തുടങ്ങിയപ്പോ ഒരു സമാധാനം ഉണ്ട്. ഓനപ്പിനി കാണണ്ടല്ലോ. ഓനും ഇനിയിപ്പോ ക്ലാസ്സിലൊക്കെ പോയിണ്ടല്ലോ. ഇനിയിപ്പോ സമാധാനമായി കുത്തിരിക്കാം. ഈശ്വര, അത് ഓന്റെ സൈക്കിളാണല്ലോ കാണണേ. മിക്കവാറും ഇവിടെ ഉണ്ടാവും.
ബേബി എങ്ങോട്ടാ അത് പോകുന്നേ? മൈൻഡ് ആക്കാണ്ടേ. ഈശ്വര, അവൻ ഇവിടെ വന്നിരിക്കേനി. ഞാൻ ഇവിടെ ഇരിക്കുന്ന നീ ഇതുവരെ കണ്ടില്ലേ? ഈ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേ? വേറെ പണിയൊന്നുമില്ലല്ലോ. ഇന്ന് സ്കൂൾ തുടങ്ങിയല്ലേ, ഈ എന്താ സ്കൂളിൽ പോവാത്ത? ബേബിക്ക് അറിയോ, സ്കൂള് തുറന്നാ സ്കൂളിൽ പോകാൻ ഒരു മടിയാ. വെക്കേഷൻ ആകുമ്പോ സ്കൂള് തുറന്നാ മതിയെന്നായിരുന്നു. ബേബി എവിടെയാ പഠിക്കുന്നത്? ഞാൻ അവിടെ ചേർന്നാലോ എന്ന് ആലോചിക്കുക. ചോട്ടാപ്പി, ഞാൻ പഠിക്കുന്നോടത്ത് നിൽക്കുമ്പോൾ നല്ല സമാധാനം കിട്ടുന്നുണ്ട്. യായിട്ട് വന്നാ മുടക്കിയത്. ബേബിന്റെ വിചാരം ഞാൻ വന്നാൽ പഠിത്തം മുടങ്ങുന്നല്ലേ? ഞാൻ ഭയങ്കര ബ്രില്യൻ ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റാ. അതൊരിക്കലും സംഭവിക്കൂല. ബേബിയായിട്ട് എന്നെ വെറുപ്പിക്കാണെന്നാ മതി. എന്റെ പൊന്ന് ചോട്ടാപ്പി, ഞാൻ എന്നെ വെറുപ്പിക്കാൻ വരുന്നില്ല. ഈ സ്കൂളിലേക്കായിട്ട് വരും വേണ്ട. കാര്യം കഴിഞ്ഞില്ലേ? എന്താ ബേബി അങ്ങനെ പറയുന്നത്? എനിക്ക് ബേബിനോടുള്ള പ്രണയം കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്? ഒരു ബേബിയോട് എപ്പോഴും തലയിളക്കലും ഇത് കണ്ട് ഞാൻ മടുത്ത്. വേറെന്താ ട്രൈ ചെയ്തൂടെ? ബേബി ഇപ്പൊ എന്നെ ബേബി വിളിനെ കുറിച്ച് കുറ്റം പറയിക്കോ? ഇതൊക്കെ കുറച്ച് ഓൾഡ് ആയി തുടങ്ങി. ഇനി വേറെ ഏതെങ്കിലും ട്രൈ ചെയ്താലോ? ബേബി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അത്? ഞാൻ ഈ ബേബിന്ന് വിളിക്കുന്ന ബേബിക്ക് ഇഷ്ടമാകുന്നുണ്ടോ? ബേബി സത്യം പറയട്ടെ, എൻ്റെ ബേബി വിളി കേട്ട് മടുത്ത്. നീ വേറെന്തേ ട്രൈ ചെയ്യ്, അല്ലെ ഇത് ഫ്ലോപ്പ് ആവും. എന്നാ ബേബി ഇപ്പം പോയിക്കോ, ഞാൻ പുതിയ പേരുമായിട്ട് വരാം. ഈ പറഞ്ഞിട്ട് വേണല്ലോ ഞാൻ ഇപ്പോൾ പോവാം, അല്ലെങ്കിൽ ഞാൻ പോകാൻ തന്നെ നിൽക്കാം. സ്കൂൾ ഓർക്കുന്ന കാലത്തും പിന്നാലെ തന്നെ ഉണ്ടല്ലോ. സ്വീറ്റി, ഒന്ന് നിന്നേ. എന്താ എൻ്റെ പ്രശ്നോ? നീ ഒരു പുതിയ പേര് കണ്ടെത്താൻ പറഞ്ഞില്ലേ? ഞാൻ പുതിയ പേര് കണ്ടെത്തിയ. എന്ത് പുതിയ പേര്? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. സ്വീറ്റീന്ന്. അല്ല, നിങ്ങൾ രണ്ടാളും എന്താ അവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് കണ്ടത്, അതൊന്ന്. ഓ അങ്ങനെയല്ലേ, എന്നാ പോയിക്കോ. നന്ദുപാപ്പന് വരാൻ കണ്ട നേരം ഒന്ന് സ്വീറ്റിന്ന് വിളിച്ച് സെറ്റ് ആക്കുമ്പോഴേ വന്നിട്ടുണ്ട്. അപ്പുക്കുട്ടാ, എന്താ ചങ്ങായി കാര്യം പറ. അല്ലടാ, ശരിക്ക് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അങ്ങനെ കാണാൻ വരുന്നത്? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? പാപ്പ, ഞാൻ ഇതിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുമ്പോ ഒന്ന് കണ്ട, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. എന്നാ സൈക്കിൾ ഇരിക്കേ, എന്നോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാണ്ട്. എന്താ കാര്യോ? ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. അല്ല അപ്പുക്കുട്ടാ, ശരിക്കും ഈയും പാറുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പാപ്പനെന്താ അങ്ങനെ വെച്ച്? അല്ല, ഈ പോകുന്നിടത്തൊക്കെ പാറു, പാറു പോകുന്നിടത്തൊക്കെ ഈ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. നന്ദു പാപ്പ നിർത്തി, ഞാൻ എനിക്കൊരു കാര്യം പറയണം, ഇങ്ങോട്ട് വാ. എന്ത് കാര്യം? ഒക്കെ ഉണ്ട്. എന്താ അപ്പു? അതാ നന്ദുപാപ്പൻ എന്തിനാ അമ്പലപ്പറമ്പിലൊക്കെ പോയി നിൽക്കുന്നത്? അതപ്പു, അമ്പലപ്പറമ്പിലൊക്കെ പോയാ നല്ല സദ്യ കിട്ടല്ലോ, അതുകൊണ്ട് പോകുന്നേ. അല്ല നന്ദുപാപ്പന് പെണ്ണുങ്ങളെ വളിക്കാൻ 101 വഴികളുണ്ട്. നന്ദുപാപ്പന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞല്ലോ. 101 വഴി പോയിട്ട് ഒരു വഴി പോലും അറിയില്ല. വന്നപ്പോഴാ എൻ്റെ 101 വഴി. ഓ, ഇന്നിപ്പോ ഒരു സൂപ്പർ ദിവസമാണല്ലോ. ഇന്ന് ഞാൻ മൊത്തത്തിൽ ഹാപ്പി ആയിരിക്കും. സ്വീറ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ, ഇന്നിന്റെ ഏച്ചി വരിക. ഏച്ചിനോട് എല്ലാ കാര്യവും മെല്ലെ മെല്ലെ പറയണം. ഏച്ചി എന്നെ പോലെ തന്നെയാന്നാക്കി തോന്നുന്നു. സെറ്റ് ആയിരിക്കും ഇനി. ഓക്കാണ് സസ്പെൻഷൻ കിട്ടിയിട്ടല്ലേ പോരുന്നത്. എന്റെ അല്ലേ ചേച്ചി, ഇങ്ങനെയല്ലേ വരുള്ളൂ. എങ്ങോട്ടാ തുള്ളി പോകുന്ന കുഞ്ഞിപ്പുഴു? ഓ, ഇപ്പം തന്നെ വീണ് പോയനെ. പിന്നെ എന്തൊക്കെയാ വിശേഷം? കൊറേ ആയി എന്നെ കാണണമെന്ന് വിചാരിക്കുന്നു. അല്ല, എന്തിനാ സസ്പെൻഷൻ കിട്ടി? അതൊന്നും അറിയാനുള്ള പ്രായേ കുട്ടി ആയില്ല. കൊറേ വീട്ടിൽ നിന്ന് ഫുഡ് വെച്ചിട്ട് വിശക്കുന്നു. സസ്പെൻഷൻ കിട്ടി എന്തിനാന്ന് എനിക്ക് അറിയണ്ട. എനിക്ക് ചേച്ചിനോട് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കൊച്ചു ജീവിതത്തിൽ ഇതിന് മാത്രം വലിയ കൊച്ചു കഥക്ക് എന്ത് പറയാനുള്ളത്? ചേച്ചി, അതൊക്കെ ഉണ്ട്. എന്റെ അല്ലേ? സത്യം പറയാ, എന്തിനാ ഉപയോഗിക്കുന്നേ? ചേച്ചി, അതിപ്പോ പെട്ടെന്ന് എങ്ങനെ പറയാ? ഇങ്ങനെ കളിക്കാത്ത കാര്യം പറയും. വാ, എനിക്കല്ലേ വിശക്കുന്നേ. വീട്ടിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൂസേ, ഈ കാര്യം പറയും, ഇല്ലെങ്കിൽ ഇപ്പൊ കളിച്ചാലേ വീട്ടിൽ അവതരിപ്പിക്കൂ. ഈ ഒന്ന് ബോഡി ആടുന്നു. എനിക്ക് സസ്പെൻഷൻ കിട്ടിയല്ലേ, ഈ പറയുന്നൊന്നും അമ്മ വെക്കൂല. ഇപ്പൊ 4-എത്തിയിട്ടേ ഉള്ളൂ, അന്നപ്പോഴും എന്റെ വെളച്ചിലെടുക്കല്ലേ. ഏച്ചി ഞാൻ സന്തോഷത്തോടെ കൂട്ടാൻ വന്നല്ലേ, അന്നമ്മ തന്നെ കളി ഓവറാക്കിയതേ. അന്ന് ഞാൻ വഴിയേ പിടിച്ചോളാം. എന്ത് ചേച്ചി, ക്ലാസ് ഒക്കെ കഴിഞ്ഞു? ഞങ്ങൾക്കിപ്പോ സ്കൂൾ തുറന്നിട്ടേ ഉള്ളല്ലോ. പാറു, നീ എത്ര ക്ലാസ്സിലേക്കാ?
എൻജോയ് ചെയ്യാൻ പേരിലേക്ക് എത്തി. അല്ല ഇപ്പൊ എവിടുന്ന് വരിക? ഞാൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ പോയി വരിക. ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ, നല്ല വിശപ്പുണ്ട് കേട്ടോ. എന്നാ ഓക്കെ എൻജോയ് ചോദിക്കോ. അപ്പോ അപ്പോ അല്ല എന്താ ചേച്ചി പാറു ആരാ? മോൻ വന്നേ, ഇങ്ങോട്ട് വാ 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 വാ. അതൊക്കെ പറഞ്ഞു തരട്ടെ ഞാനക്ക്. ഇപ്പം വീട്ടിലേക്ക് വാ, ഞാൻ എന്തെങ്കിലും കുറച്ച് കഴിക്കട്ടെ. ഓ ഓനെന്നെ എപ്പോഴും അറിയില്ല, നല്ല അഭിനയം, ഓസ്കാറിന് അവന് കൊടുക്കണം. ഏച്ചി വന്ന അഭിനയം, വല്യമ്മേൻ്റെ മുമ്പിൽ വൺ ഷോ. അപ്പോ ഈ ഓറ് വെളച്ചിലെടുക്കല്ലേ. ഓ ഫുഡ് അടിപൊളിയായിരുന്നു. കുറേ ആയില്ലേ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട്. 1-2 ദിവസം ഭക്ഷണം ഇവിടെ തന്നെ കഴിക്കാലോ. ചേച്ചിൻ്റെ അടുത്തേക്ക് പറയാനൊരു മടി. ഓളിനെ പറ്റി എന്താ വിചാരിക്കുക? എന്റെ കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് ചേച്ചിയല്ലേ ഉള്ളൂ. ചേച്ചിനോട് തന്നെ പറയണല്ലേ. ചേച്ചിയും കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നാലോ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഓൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എക്സ്പേർട്ടാന്ന് തോന്നുന്നു. ഞാൻ ആദ്യമോളം കുറേ അഭ്യാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായി. ചേച്ചിനോട് ഒരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? ചേച്ചി എന്നോട് ചോദിച്ചില്ലേ എങ്ങനെയാക്കിയിട്ട് ബേബിന്ന് വിളിക്കുന്നത്? അത് ശരിയാ, ഞാൻ വിട്ടുപോയി. എന്തിനാ അത് ഉപയോഗിക്കുന്നത്? ചേച്ചി അതും എനിക്ക് എങ്ങനെയാ പറഞ്ഞു തരാന്ന് അറിയൂല. അതല്ലണ ഞാൻ ബേബിനപ്പൊ എന്താ വിളിക്കുക? കളിക്കാതെ കാര്യം പറയുമോൻ. അതൊരു വലിയ കഥ ചേച്ചി, അതിപ്പൊന്നും പറഞ്ഞാ തീരൂല. എന്ത് വലിയ കഥയാണെങ്കിലും പറയും, കേൾക്കാൻ കുറേ സമയമുണ്ട്. അത് എനിക്കൊരു കുട്ടീനെ ഇഷ്ടാ. ഓഹോ, സ്വാഭാവികം. പിന്നെ ഓക്കെ എന്നെ ഇഷ്ടമാണോ? നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ഞാൻ ചേച്ചിൻ്റെ അടുത്ത് വന്നത്. ഓഹ്, അതും സ്വാഭാവികം. സാരില്ല. കുട്ടീൻ്റെ പേരെന്താ? എവിടെയാ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ? വീട് എവിടെയെന്നൊക്കെ കൃത്യമായിട്ട് പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് വേറെ ആരുമല്ല, ചേച്ചിക്കൊക്കെ അറിയാം. അത് നമ്മളെ പാറു. ചേച്ചീനെ കയറി പ്രണയിക്കുന്നോ? നിന്റെ പ്രണയമൊക്കെ ഒന്നുമല്ല അപ്പുകുട്ട, ഞാൻ വയ്യാലെ നടന്ന് ആലോചിക്കുന്നു. ഓ, അതിനെന്റെയൊക്കെ ഒരു കാലം ആലോചിക്കാൻ തന്നെ വയ്യ. സൈക്കിൾ ഓടിച്ച് പോകുന്നു. സൈക്കിൾ എടുത്ത് പോകുന്ന വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. അവൻ എപ്പോഴും വീടിന്റെ മുകളിൽ നിന്നാ പഠിക്കല്. അന്നപ്പോ പിന്നെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഓഹ്, അവനെ കാണുമ്പോ ഒരു പ്രത്യേക ഫീലാ. അഥവാ അപ്പൊ അവനോട് ഇല്ലെങ്കിൽ അവന്റെ എല്ലാ ലൊക്കേഷൻസും എനിക്കറിയാം. നമ്പർ 2 ലൊക്കേഷനിലേക്കാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ എവിടെയല്ല, അവൻ സ്ഥിരം വന്നിരിക്കുന്ന ആലുംതറ. ഞാനിപ്പോ അങ്ങോട്ടേക്ക് ആ സ്പീഡിൽ ചവിട്ടിക്കൊണ്ട് പോകുന്നത്. ഇനി അഥവാ അവിടെ അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷൻ എനിക്ക് അറിയട്ടോ. ഇവിടെ ഇരിക്കുന്നു. ഞാൻ എത്ര സമയം തപ്പി സൈക്കിൾ ഓടിച്ച് ഇവിടെ വന്നിരിക്കാൻ എന്നോടൊന്ന് പറഞ്ഞൂടേന്നു. ഞാനും വന്നിരിക്കൂലേന്നു, നമുക്ക് സംസാരിച്ചിരിക്കുന്നു. അല്ല മോളെ, എന്റെ പ്രശ്നം എന്താ? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ അറിയാം. അങ്ങനൊന്നും പറയില്ല എന്റെ ബേബി. ഹീറോ ഇല്ലാണ്ട് എന്ത് ലവ് സ്റ്റോറി. ഇപ്പോൾ ഈ ബേബിന്നൊക്കെ വിളിച്ചിട്ട് ഈ ചെങ്ങനെ സെറ്റാക്കി എടുക്കാനുള്ള പ്ലാനല്ലേ. ബേബി വിളി ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എപ്പോഴെങ്കിലും ഒക്കെ വിളിക്കുക, ഓർത്ത് വെക്കാം. ഈ ഇവിടെ ഇരുന്ന് റീൽസ് കാണുന്നോ? ഞാൻ ഡെയിലൊക്കെ എത്ര റീൽസ് അയക്കാറുണ്ട്, ഞാൻ എന്തൊന്നും കാണാത്ത. ഞാൻ എന്നെ മ്യൂട്ട് ചെയ്തിട്ടാ. അങ്ങനെ പറയല്ലേ ബേബി. നോ ബോഡി ടച്ചിങ്. എന്താ ബേബി അങ്ങനെ ഒരു ടോക്ക്? അവനെന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? ഇനിയിപ്പോ ഇഷ്ടപ്പെടാത്ത പോലെ അഭിനയിക്കണം. ഓഹ്, അവന്റെ സൈറ്റ് അടിച്ചാണെങ്കിൽ ഒരു പ്രത്യേക ഫീലാ. കൊറേ കാലായി അവന്റെ പിന്നാലെ നടക്കുന്നു, ഒരു മൈൻഡും ഇല്ല. ഇങ്ങനെ ഉണ്ടാവും ആൺകുട്ടികള്? എത്ര ചെക്കന്മാരെന്റെ പിന്നാലെ നടക്കുന്നേ. ഇന്നെങ്ങനെ നോക്കിയിരിക്കേണ്ട, പൊയ്ക്കോ. ഓ ബേബി, എന്നെ നോക്കിയിരിക്കുമ്പോ ഒരു പ്രത്യേക ഫീലാ. ആ ഫീലിങ്സ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്, അതിൻ്റെ ഇടയിൽ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. ഞാൻ ബേബിന്റെ പിന്നാലെ നടക്കുന്നത് എന്തിനാന്നാ വിചാരിച്ചേ? എന്തിനാ? എനിക്കറിയാം ബേബിന്റെ ലൈഫിൽ ബേബിന്റെ ഡ്രീംസ് കൊണ്ട് ബേബി ഒരുപാട് പ്രഷേർഡ് ആണെന്ന്. അറിയാലോ, പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനോ പഠിക്കുന്നില്ല, ബേബിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തുതരാം. പ്ലീസ് ഒന്ന് പോവോ? അങ്ങനെ പറയല്ലേ ബേബി. കുറെ പഠിച്ച് പ്രഷറായിട്ടാവുന്ന ഒറ്റയ്ക്ക് ഇരിക്കുക വെച്ചിട്ട് എവിടെ വന്ന്, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എൻ്റെ വെറുപ്പിക്കലും ആവുന്നില്ല. എന്നാ ഞാൻ പോവാ. ഇഷ്ടപ്പെട്ട് പോയിട്ടല്ലേ പിന്നാലെ വന്നത്, ഞാൻ പിന്നാലെ വരൂല. ഞാൻ പറഞ്ഞു നോക്ക്, വിഷമായി ഉണ്ടാവുമോ? ഇത്രയൊന്നും പറയണ്ടില്ലേ ഇനി. പിന്നാലെ നടന്ന് വെറുപ്പിച്ചിട്ടല്ല ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ലേശം ഇളക്കം കൂടുതലാണ്. എന്തുണ്ടായിട്ടാ പിന്നെ പിന്നാലെ കൂടുന്നത്? എൻ്റെ ലൈഫിൽ ഞാൻ പഠനത്തിന് ഫോക്കസ്ഡാ. പിന്നെ ഇങ്ങനെ ഇതിനൊക്കെ നേരം ഉണ്ടാവുക. ഓളൊരു സൈക്കിളും ഉണ്ട്, ഓളും ഉണ്ട്, പിന്നെ ഒരു ബേബി വിളി, ഒരു തലയാട്ടലും ഒരു കണ്ണിയുമ്മലും എല്ലാം കൂടി ആകുമ്പോൾ തൃപ്തിയാവും. ഓ, എന്തായാലും മരണം പോയി കിട്ടി. ഹാവ്, സമാധാനായി പോയി കിട്ടിയത്. എന്തൊക്കെയായാലും ബേബി, സ്റ്റിൽ ഐ ലവ് യു.
ഇവള് എന്നെ കൊണ്ടേ പോകും. പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കുന്നില്ലല്ലോ. ലൈഫ് അങ്ങനെയല്ലേ, ജോലിയായി അവന്റെ പിന്നാലെ നടന്ന് ജീവിക്കാം. ഓ എന്താ ഒരു ഫീലിംഗ്. അവനെ ഞാൻ സെറ്റാക്കി എടുക്കും. ഐ ബിലീവ് ഇൻ മൈസെൽഫ്. ടിൽ മൈ ലാസ്റ്റ് ഡേ ഐ വിൽ ബി ലവിങ് യു ബേബി. ഓ ഈ ഇംഗ്ലീഷൊക്കെ എവിടുന്നാന്ന് വരുന്നത് എനിക്ക് പോലും അറിയുന്നില്ല. ചെക്കൻ്റെ ഓരോരോ എഫക്റ്റേ. അങ്ങനെ പഠിച്ചാലേ ഇപ്രാവശ്യത്തെ എക്സാം ക്രാക്ക് ആവുള്ളൂ. മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ കഴിച്ചിലാവുള്ളൂ. ഞാൻ നല്ല ഫോക്കസ് ആയിട്ടാണ് പഠിക്കുന്നത്, പക്ഷെ എന്നാലും പെട്ടെന്നായിട്ട് മറന്നു പോകും. എല്ലാ ടോപ്പിക്സും ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കണം. അവനോട് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കുറേ ആയി കണ്ടിട്ട്. കോളേജിൽ പോലും അവൻ മുകളിൽ തന്നെ ഉണ്ടാവും. അവിടെ ഇരുന്ന് പഠിക്കണ്ടാവും. പഠിപ്പിയല്ലേ, എന്തെങ്കിലുമൊക്കെ കാണിച്ചു അവനെ ഇമ്പ്രസ് ചെയ്യണം. ഓയ് ഓയ് ബേബി. ഓ ഒന്ന് പഠിച്ചു വരുമ്പോഴേക്കും വന്നു. ഒറ്റയ്ക്കാണോ? ആരുമില്ല ഇവിടെ? നന്ദുവേട്ടൻ്റെ താഴത്ത് ഈ ഒന്ന് വേഗം പോവാൻ നോക്ക്. ഇവളെന്താ കാണിക്കുന്നേ? കൊറേ നേരമല്ലേ അവള് കണ്ണെണ്ണ വെറുപ്പിക്കുന്നേ. നന്ദുപാപ്പനാണ് ഉണ്ടാവൂലേ, ഓനൊരു പണിയില്ലാത്താണല്ലോ. ഇവിടുന്ന് അധികം തുള്ളി ചാടി കളിക്കണ്ട, ഓളോട് പറയണം. റീനവല്യമ്മ വന്നു കഴിഞ്ഞാ ഓളിപ്പ എന്താ ചെയ്യാ? മിക്കവാറും നന്ദുപാപ്പൻ തന്നെ വരും. നന്ദുപാപ്പനല്ലേ ഉള്ളൂ, ഒരു പൊട്ടനല്ലേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരാം. ആവൂല അവളെക്കൊണ്ട്. ഈ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, ഈ ഒന്ന് പോയി തരുമോ? എന്റെ ഫോക്കസ് പോകുന്നു. ഈ ഇങ്ങനെ കളിക്കുന്ന കാരെ കണ്ടാ പ്രശ്നമാവും. ഈ ഒന്ന് പോവാൻ നോക്ക് വേഗം. എന്ത് പ്രശ്നവും, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ നന്ദുപാപ്പ മുങ്ങേക്ക. ആ ഇന്ദുമോളെ എന്താ പറ്റിയേ? ഒന്നുമില്ല, ഞാൻ ഭരതനാട്യത്തിന്റെ 2 സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്തൊക്കെ ആയിരുന്നു. റോഡ് വന്ന് പ്രാക്ടീസ് ചെയ്യാൻ കണ്ട അങ്ങോട്ട് പോരി. കുറെ ആയില്ലേ വീട്ടിലേക്ക് കയറിയിട്ട്. വാ എന്നാ വരാം. വല്യമ്മേ. മോളെ നേരത്തെ വന്ന്. മോളെപ്പോഴേ വന്നേ? വന്നിട്ട് 2 ദിവസമായി. നാളെ പോണ്ടി വരും. മോളെ വരി. എന്നാ ഞാൻ പോവാൻ നോക്കട്ടെ. ആയിക്കോട്ടെ മോളെ, ഇടയ്ക്കൊക്കെ വരിട്ടോ. ഓ അപ്പോഴേക്കും പാപ്പനും വല്യമ്മ സംസാരമായിട്ട് എന്റെ പ്ലാൻ ഫുള്ള് തൊലച്ച്. ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഓ മൈ ബേബി, ഇനി എന്നോ ഒന്ന് കാണുക. കുറേ നോട്ട്സ് ചെയ്താളോട് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. ഇതെങ്ങനെ പഠിച്ചു തീർക്കാന്ന് ആലോചിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നോട്ട് ചെയ്താണ്ട്. ഓ ഈ നോട്ടൊക്കെ ആരെ എഴുതി തരാണ് സുഖേൻ. ബേബി എവിടെയായിരുന്നു? എനിക്ക് ഇങ്ങനെ എൻ്റെ വയ്യ നടക്കാനേ സമയമുള്ളൂ. ബേബി സാഡ് ആക്കാതെ, എന്താ പ്രശ്നം പറയും, ഒക്കെ സോൾവ് ചെയ്യാം. അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എൻ്റെ കാര്യം നോക്കി പോയിക്കോ. അങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ. പണ്ടൊരു കഥ ഉണ്ടായിരുന്നു, സിംഹത്തെ രക്ഷിക്കാൻ വേണ്ടി എലി വരുന്നേ. അതേപോലെ അതിന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സോൾവ് ചെയ്ത് തരും. ഒരാള് നമ്മൾ കൊച്ചയെ കാണാൻ പറ്റൂല. അതൊക്കെ വേണ്ട എന്ത് സഹായം ഞാൻ ചെയ്തു തരും. എനിക്ക് കുറേ എഴുതാണ്ട്. എനിക്കൊരു വേർഡ് തെറ്റിക്കാതെ എഴുതാൻ അറിയോ? വെറുതെ സമയം കളയാനായിട്ട്. അങ്ങനെ പറയല്ലേ ബേബി. കഴിഞ്ഞില്ല എനിക്ക് ഇന്ന് കോളേജിൽ ഫസ്റ്റ് ഹാൻഡ് റൈറ്റിങ്ങിന്. ആ ബുക്കും കേട് ഞാൻ എഴുതി തരാം. ഈ ബുക്കിലുള്ള ഫുള്ള് ഇതിലേക്ക് എഴുതണം. എനിക്ക് കഴിയോ ബേബി? ഇതൊക്കെ എനിക്ക് സിമ്പിളാ. അവൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ബുക്ക് വാങ്ങിയപ്പോൾ 8ന്റെ പണി കിട്ടുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇന്നേ വരെ ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാത്ത എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്. ഞാൻ വെറുതെ ഒന്ന് തള്ളിയതായിരുന്നു. അവൻ ഫ്ലാറ്റായി. എന്തൊക്കെ പറഞ്ഞാലും ഈ ബുക്കിൽ എന്താ എഴുതിയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ബുക്ക് തുറന്നപ്പോൾ 2 കിളി 2 സൈഡിൽ കൂടെ പോകുന്ന എഫക്റ്റ് എനിക്കുണ്ടായി. ഇങ്ങനെയൊക്കെ ഒരു ഭാഷ നമ്മളെ നാട്ടിലുണ്ടെന്ന് കാണുമ്പോൾ ഒരു അത്ഭുതം. ഇതൊക്കെ അവൻ എങ്ങനെ പഠിച്ചെടുക്കുന്നു? എൻ്റെ ബേബി ഒരു ജീനിയസ് തന്നെ. ഫോർ എവറി ഡേ ഐ മിസ് യു, ഫോർ എവറി അവർ ഐ നീഡ് യു, ഫോർ എവറി മിനിറ്റ് ഐ ഫീൽ യു, ഫോർ എവറി സെക്കൻഡ് ഐ വാണ്ട് യു, ഫോർ എവർ ഐ ലവ് യു, ഐ ലവ് യു മൈ ബേബി. നല്ല സുഖമുണ്ട്. എഴുതി എഴുതി കൈയൊക്കെ മരവിച്ചു പോയി. ആരും ഞാൻ എഴുതുന്നത് കണ്ട് ശ്രദ്ധിക്കുന്ന പോലില്ലല്ലോ. വീട്ടിൽ ഇന്നേ വരെ എങ്ങനെ പഠിക്കാത്ത ഞാൻ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോ ഒന്ന് നോക്കണ്ടേ വീട്ടുകാര്? എന്താ കാര്യായിട്ട് എഴുതുന്നേ? ഇന്ന് പോ അപ്പുകുട്ടാക്കി കുറെ എഴുതി തീർക്കാണ്ട്. ഇന്ന് വെറുപ്പിക്കാത്ത പോ. അതിന് ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. അതിനിപ്പോ എന്താ വെറുപ്പിക്കണെന്ന് അറിയുന്നേ? എന്റെ പൊന്നപ്പുകുട്ടാ, കൂടുതലൊന്നും ഇപ്പൊ ചോദിക്കാൻ നിക്കല്ലേ. ഇന്ദു മുഖി ചന്ദ്രമതി ദിനക്കും ഈ എന്തിനാ എഴുതുന്ന എനിക്കറിയാം. എന്താ എഴുതുന്നതെന്ന് എന്താ വിചാരിച്ചേ? ഈ വിചാരിച്ചോ ഞാനൊന്നും അറിയൂലാന്ന്? ഞാൻ എന്താ എഴുതാന്ന് വിചാരിച്ചേ? ചേച്ചി കെമിസ്ട്രി അല്ലേ എഴുതുന്നേ? ടീച്ചർ പറഞ്ഞു സയൻസ് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഒക്കെ ആവുന്നു. ശരി ശരി, ഈ പൊക്കോ. പിന്നെ ബേബി ഞാനൊക്കെ അറിയണ്ട്. ശരി ശരി ചേച്ചി ഞാൻ അമ്മേനോട്ട് മിക്കവാറും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒന്നും ഇങ്ങോട്ട് വന്നേ. ചേച്ചി ഈ പ്രാവശ്യം ഡയറി മിൽക്കിൽ ഒതുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ശരിക്കും ഞാൻ പോകുന്നിടത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പോകുന്നിടത്ത് എല്ലായിടത്തും ഞാൻ ഉണ്ടോന്ന് ചോദിച്ചാല് ഉണ്ട്.
എല്ലാ സ്ഥലത്തും ഈ ആ ചേച്ചി ഞാൻ എല്ലായിടത്തും ഉണ്ട്. അപ്പൂന് എന്താ വേണ്ടേ? അപ്പു പറയും, ഞാൻ വാങ്ങിത്തരാം. ഇപ്പൊ എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് ആവശ്യം വരുമ്പോ ഒരു കാര്യം ഞാൻ ചേച്ചിനോട് പറയും. അത് സാധിച്ചെന്നില്ലേ ചേച്ചിന്റെ മുഴുവൻ കാര്യം ഞാൻ വീട്ടിലറിയിക്കും. ഡീലല്ലേ? ആ, ഡീല്. ഇവനോട് ഡീല് പറയുന്ന മിക്കവാറും എനിക്ക് പണി കിട്ടാനുള്ള പോക്കായിരിക്കും. ഇഷ്ടം കൊണ്ട് എഴുതിയത് കൊണ്ട് പെട്ടെന്ന് എഴുതി കഴിഞ്ഞ പോലെ എഴുതി കഴിഞ്ഞ് ഇനി പോയി കൊണ്ട് കൊടുക്കാം. അപ്പോ ഞാൻ ഇവിടെ വരെ പോയിട്ട് വരാം. എന്ത് പോണേ ഒന്ന് നിന്നേ. എന്താ ചെറുക്കാന്റെ പ്രശ്നവും? സെറ്റായി കഴിഞ്ഞ എനിക്ക് 10 ഡയറി മിൽക്കാണേ. ഓൻ്റെ ഒരു ഡയറി മിൽക്ക് വാങ്ങിത്തരാം. അപ്പൊ വെറുപ്പിക്കാതെ പോയിക്കോ. ഇവക്കൊന്നും ഒരു കാലത്തും സെറ്റാവരുത്. ഓളൊരു അഹങ്കാരം കണ്ടില്ലേ? അല്ലെങ്കിൽ ഈ ബേബി എന്നൊക്കെ വിളിച്ച ആരാ സെറ്റാവുക? സെറ്റാവാനും അതിൻ്റെതായ ഒരു രീതി ഉണ്ട്. ഓളെ കാണാൻ തന്നെ ഒരു ഓന ലുക്കാ. ഓളൊരു അഹങ്കാരം കൂടി നിന്നിട്ട് നാട്ടിലുള്ളൊരു ചെക്കന്മാരും ഓളെ ഒക്കില്ല. സ്കൂളൊക്കെ തുടങ്ങിയപ്പോൾ സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല. വല്യമ്മേൻ്റെ വീട് വരെ ഒന്ന് പോയോക്കാം. അവിടെ നന്ദുവേട്ടല്ലേ, കുറച്ച് നേരം അവൻ്റെ ഒപ്പം കളിക്കാം. നന്ദുവേട്ടാ, റീനല്ലമ്മേ. ആ പാരുമോളെ, പാരുമോക്ക് എന്താ വേണ്ടേ? റീനല്ലോ നന്ദുവേട്ടനും അവിടെ പോയി. ഞാൻ ഓരോ കാണാൻ വന്നേ. എന്നെ കണ്ടാ പോരെ സ്വീറ്റി? ഓർ കൊഞ്ചാതെ ഓരോ അവിടെ പോയി എന്നറിയും. നന്ദുപാപ്പനും റീനലിയും ഒക്കെ പുറത്തു പോയാ ഈ ഇപ്പം എന്തിനാ വന്ന്? ഒന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്താ സ്വീറ്റി അങ്ങനെ ഒരു വർത്താനോ? ഇവിടെ പാരാള് ഈ അത് പറ. ആ എന്താ പറൂ, നീ എന്താ വന്നേ? ഒന്നുമില്ല, വെറുതെ വന്നാ. എന്നാ വാ കയറിയിരിക്കി. കണ്ടിട്ട് റീനലിയും നന്ദുവേട്ടനൊക്കെ ഇപ്പോൾ വരിക. ഓലിപ്പോ വരൂ. ഈ അപ്പൂടി വർത്താനം പറഞ്ഞിരിക്കി, കുറച്ച് പഠിക്കട്ടെ. റീനവല്യമ്മയും നന്ദുപാപ്പനും വരുന്നവരെ എനിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ. ഓരിപ്പ വരാതെ എന്നാ തീഞ്ഞു. അല്ല ഇപ്പൊ പാറുവിനോട് പോയി എന്താ സംസാരിക്കുക? ഓക്ക് എന്റെ സ്വീറ്റ് വിളി ഇഷ്ടാവുന്നില്ലേ? ഓളോട് തന്നെ പോയി ചോദിച്ചു നോക്ക. അതന്നെ. പാറു, ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ? എന്ത് കാര്യം കുഞ്ഞിപ്പുഴ എനിക്ക് ചോദിക്കാനുള്ളേ? എനിക്ക് എന്റെ സ്വീറ്റ് വിളി ഇഷ്ടാവുന്നുണ്ടോ? എനിക്ക് എൻ്റെ ഒരു വിളി ഇഷ്ടാവണില്ല. ഈ അങ്ങനെയൊന്നും വിളിച്ചെൻ്റെ അടുത്ത് വരേത്. ആ എന്താ ബേബി അങ്ങനെയൊരു വർത്താനോ? ചോട്ടാപ്പ എന്നെ വെറുതെ വെറുപ്പിക്കല്ലേ. ഞാൻ റീന വല്യം വരാൻ വേണ്ടി കാത്തിക്കാണ്. എനിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് എന്നോട് സംസാരിക്കാൻ നല്ല താല്പര്യമുണ്ട്. എനിക്ക് എന്റെ മനസ്സിലൊരു തോന്നലുണ്ടായിനി. എന്ത്? ഇന്ന് റീന വല്യമ്മേന്റെ അടുത്തേക്ക് വരുന്നൊക്കെ. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ റിലേഷൻഷിപ്പ് നടക്കൂല. ആ എന്താ ബേബി അങ്ങനെ ടോക്ക്? എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോ കോപ്രായം കാണിക്കണം കേട്ടോ. ഓ, ഈ അപ്പു എവിടെ പോയി? ഒരു 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ വിചാരിക്കുമ്പോൾ ഉണ്ടാവും നാട് നീളെ തെണ്ടി നടക്കുന്നു. എന്നിട്ട് അമ്മ എന്നോട് ഓനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാറ്. മിക്കവാറും റീന വല്യമ്മേടെ ഉണ്ടാവും. റീന വല്യമ്മേടെ പോകുന്ന വഴിക്ക് കണ്ണനെ ഒന്ന് കാണാലോ. അല്ലാതെ പിന്നെ അപ്പൂനെ കൂട്ടാൻ ഞാൻ പോവും. അമ്മ പറഞ്ഞ പാട്. കണ്ണ എന്താക്കാ പഠിക്കുക? ആ ഞാൻ അവിടെ പഠിക്കുക. ഈ എന്തേ പോന്ന്? അപ്പു ഇവിടെ അല്ലേ? ഞാൻ ഓനെ നോക്കി വന്നേന്നു. അപ്പു മാത്രല്ല, പാറുണ്ട് താഴത്ത്. ഒരു വർത്താനം വന്നിരിക്കുക. ഞാൻ പഠിക്കാൻ വേണ്ടി വരുന്നു. അല്ല, ഇങ്ങോട്ട് വാ, കുറച്ച് സമയം നമുക്ക് സംസാരിച്ചിരിക്കാം. പൊന്നു മോളെ, 8 യൂണിറ്റോട് തീർക്കാണ്ട്. മോളെ അപ്പൂനെ കൂട്ടി വിട്ടോ. വേണമെമ്പൊക്കെ പുഴേന്റെ അടുത്ത് വരുന്ന് പഠിക്കുക. വേണ്ട, പിന്നെ സംസാരിക്കുക. കുറെ പഠിക്കാണ്ടേ. അപ്പൂനെ കൂട്ടി വിട്ടോ. For every day I miss you. For every hour I need you. For every minute I feel you. For every second I want you. Forever I love you. I love you my baby. കണ്ണ, എൻ്റെ ബുക്ക് ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫുൾ കഴിഞ്ഞോ? താങ്ക് യു കേട്ടോ. ഹാൻഡ് റൈറ്റിംഗ് അത്ര പോരാ. അല്ല, അപ്പം നമ്മളെ കാര്യമൊക്കെ എങ്ങനെ? എനിക്ക് ലൈഫിലൊരു ഡ്രീമുണ്ട്. എൻട്രൻസ് ക്രാക്ക് ചെയ്യണം. അതാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. അതിന് എൻ്റെ ഡ്രീംസിന് ഞാൻ തടസ്സമല്ല. ഇവളെൻ്റെ കൈ കയറി പിടിക്കുന്നു, മുഖത്തേക്ക് നോക്കുന്നു ഞാൻ വിചാരിച്ചത് പോലുമില്ല. നെഞ്ചൊക്കെ പെടപെടയ്ക്കുന്നു. എന്തൊക്കെയോ ആവുക. എൻട്രൻസിന് വേണ്ടി എല്ലാ പ്രിപ്പറേഷനും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ലോണം പഠിക്കും. ഡിപ്രഷൻ കിട്ടണം. എന്തായാലും കിട്ടണോ? കിട്ടുമൊക്കെ എന്താണെങ്കിലും നോട്ട് എന്താ എഴുതാൻ ആവശ്യം എന്നോട് ഹെൽപ്പ് ചോദിച്ചാൽ ഞാൻ എന്തായാലും എടുത്തിരുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും കിട്ടണോ? പിന്നെ ബേബി, ഐ ലവ് യു. ഈശ്വര, ഇത് റിയാലിറ്റി ആണോ? സ്വപ്നം പോലെയൊക്കെ തോന്നുക. അയ്യേ, ഞാൻ എൻട്രൻസിൽ ഫോക്കസ്ഡാ. ഇതൊന്നും ഇപ്പൊ പറ്റില്ല. ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇവൾ എൻ്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്നത്. എൻ്റെ മുത്തപ്പാ. അപ്പൊ കൂട്ടാ. അയ്യോ, ഇന്ദു ചേച്ചി വന്ന്. പറമോളെ, ഞാൻ
പോവാട്ടോ. അതിന് അന്നെ ആരെ ഇവിടെ പിടിച്ചോ? ഇവനെ കൊണ്ടാവൂല. എന്താക്കതിൻ്റെ അകത്ത്? അത് എന്തിനാ ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് പല പണികളും ഉണ്ടാവും. അയ്യ അറിയണ്ട. ശരി, അങ്ങനെ അതിനെ ഉണ്ടായി പോയി. ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? വാടി പോവാൻ നോക്ക. ഞാൻ ചെരുപ്പിട്ട്. സത്യം പറയും, എന്താക്കിയതിനകത്ത്? എനിക്ക് പല പണിയുണ്ടോ? എന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. അതന്നെയല്ലേ നേരത്തെയും പറഞ്ഞൊന്ന് മാറ്റി പറയണി. കണ്ണേട്ട ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയാണോ? നല്ലോണം പഠിച്ച വലിയ ആളാവടാ. വലിയ ആളാവണേ ഭക്ഷണം കഴിച്ചാ പോരെ? അങ്ങനെയല്ല അപ്പുകുട്ട, നല്ലോണം പഠിച്ചാൽ ലൈഫിൽ വേഗം സെറ്റിൽ ആവാം. അല്ല നന്ദുപാപ്പന് പഠിക്കുകയും പണിയൊക്കെ വാങ്ങാൻ ആഗ്രഹമല്ലേ? ലൈഫൊക്കെ ഒന്ന് സെറ്റിലാവണ്ടേ? ഞാൻ പഠിക്കേണ്ട കാലത്ത് പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടക്കാൻ ആഗ്രഹം, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. നല്ല 1-2 ഫോട്ടോകൾ എടുത്തരും നന്ദുപാപ്പ. ഫോട്ടോ എടുക്കാൻ പൈസയാവും, അങ്ങനെയൊന്നും എടുത്തരില്ല. എനിക്ക് ഫോട്ടോ മാത്രം എടുത്തന്നാ മതി, എഡിറ്റ് ഒന്നും ചെയ്തിടണ്ട. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ പിക്ചർ ആക്കാനാ. ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ പിക്ചർ ആക്കാനാ? നോക്കട്ടെ, ഞാൻ എടുത്തുതരാം. എനിക്ക് സമയം ഉണ്ടാവില്ല, ഓരോ തിരക്കില്ല. ഒരു ഫോട്ടോ അല്ലേ നന്ദുപാപ്പ? ഫോട്ടോ എടുത്ത ഷട്ടറൊക്കെ തീർന്നു പോകും, എൻ്റെ ഫോട്ടോ അങ്ങനെ എടുത്തരില്ല. നന്ദുപാപ്പ അങ്ങനെ പറഞ്ഞാലൊന്നും എനിക്ക് മനസ്സിലാവൂല നന്ദുപാപ്പ. ഞാൻ എടുത്തുതരാം. നന്ദുപാപ്പനൊന്നും അറിയില്ലല്ലോ ഞാൻ എന്തിനാ അടിപൊളി ഫോട്ടോ എടുക്കുന്നതെന്ന്. ഫോട്ടോ എടുത്തിട്ട് വേണം ഒന്ന് ശരിക്കും വിലസാൻ. ഫോട്ടോ എടുത്തോണ്ട് ബേബിക്ക് കാണിച്ചു കൊടുക്കാലോ. ഇപ്പൊ വർത്താനം പറയൊരു വിഷയായി. എന്താ പറയാന്ന് ആലോചിക്കല്. ഓ മൈ ബേബി, നീ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പറമോളെ. എന്താ അപ്പുകുട്ടാ? ബേബി, ഞാൻ ബേബിക്ക് ഒരു കാര്യം കാണിച്ചു തരട്ടെ? എന്താ അപ്പുകുട്ടാ ഈ കാര്യം പറയ്. ബേബി കണ്ടോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത എന്റെ പ്രൊഫൈൽ പിക്ചർ? ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യല്ല, അതിനോട് ഞാൻ കണ്ടില്ല. എന്താ ബേബി, എനിക്ക് വേണ്ടി ഒന്ന് യൂസ് ചെയ്തൂടെ? എന്റെ കയ്യിലുണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരുമോ? അതിനെന്താ സ്വീറ്റി, ഞാൻ സ്വീറ്റി കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഫോണും എടുത്താ വന്ന്. ഹേ, എനിക്ക് സ്വന്തമായിട്ട് ഫോണൊക്കെ ഉണ്ടോ? ഇതിലൊക്കെ എന്തിരിക്കുന്നു? ഫോൺ അങ്ങ് വീട്ടിൽ നിന്ന് അങ്ങ് എടുത്തു പോന്നാ പോരെ. ഞാൻ ബേബിക്ക് എടുത്ത ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോ നോക്കിക്കേ. ഇത് ഈ തന്നെയാണോ? ക്യൂട്ടായിട്ടുണ്ടല്ലോ. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. എനിക്കും അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹം ഉണ്ട്. അപ്പുകുട്ടാ, ഈ എവിടെ നിന്ന് എടുത്ത്? അതിനെന്താ ബേബി, എന്റെ കസ്റ്റഡി കുറെ ആൾക്കാരുണ്ട്. ഓരോന്ന് വിളിച്ച ഓരന്നാ വരൂ. ബേബിന്റെ എത്ര ഫോട്ടോ വേണമെങ്കിലും എടുത്തരൂ. എന്റെ കസ്റ്റഡിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്കറിയാം. ഈ ഇതെവിടെ നിന്ന് എടുത്തതെന്ന് പറയും. ഈ ഫോട്ടോ കണ്ടിട്ട് ആരും എടുത്തതെന്നാ തോന്നുന്നത്? ഈ ഫോട്ടോ കണ്ടെങ്ങനെ മനസ്സിലാവുക ആരെടുത്തതെന്ന്? ഈ പറയ്, ആരെടുത്ത പറയ്. വേറെ ആരുമല്ല, നമ്മളെ നന്ദുപാപ്പ എടുത്തന്ന ഫോട്ടോയാ അത്. ഞാനെന്ന് പറഞ്ഞ നന്ദുപാപ്പ എത്ര ഫോട്ടോ വേണമെങ്കിലും ബേബിക്ക് എടുത്തു തരും. ഈ നന്ദുരാറിനോടൊന്നും പറയണേ, നന്ദുരാറിന് ഇഷ്ടപ്പെടൂല. അതൊന്നുമില്ല ബേബി, നന്ദുപാപ്പ വളരെ ഫ്രണ്ടിലല്ലേ. ഞാൻ ബേബിക്ക് വേണ്ടി ഒന്ന് റിക്കമെൻഡ് ചെയ്യാ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്ന്. അതൊക്കെ എൻ്റെ ബേബിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ? എന്റെ സ്വീറ്റി, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടേ എന്താ, എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാ. കാരണം നീ എന്റെ ഇവിടെയാ. അങ്ങനെയൊന്നും പറയല്ലേ, ബേബിക്ക് എന്തോ പോലെ ആവുന്നു. ഞാൻ ബേബിനോട് ഒരു കാര്യം പറയട്ടെ. ബേബി ഒന്നും വിചാരിക്കാനും പാടില്ല, വീട്ടിൽ പോയി പറയാനും പാടില്ല. എന്താ അത്? എന്താ അപ്പുകുട്ടാ? അത് ഇങ്ങോട്ട് പറയ്. അത് ബേബി ഇങ്ങോട്ട് പറയ്. എന്താ അപ്പുകുട്ടാ? ഇതെന്താ പറയ? ഈ കഥയിലെന്താ പരിപാടി? ഇവർ രണ്ടാളും ഞാൻ ഇത്രയും നേരെ കണ്ടില്ലേനല്ലോ. റൂമിലിരുന്ന് പഠിച്ചു വെളുത്തങ്ങ് പോയിട്ടോ. അതെ അതെ, ഇനി എടുത്ത പല്ല് മാത്രമേ കാണുള്ളൂ. എന്താ ബേബി അങ്ങനെ പറഞ്ഞേ? സത്യം പറഞ്ഞു. ബേബി ഇങ്ങനെ സത്യം ഉറക്കെ വിളിച്ച് പറയല്ലേ, ആരും കേട്ട് എന്ത് വിചാരിക്കും? എനിക്കറിയാലേ സത്യാന്ന്. അല്ല ബേബി, നമുക്ക് സിനിമയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയാ? സിനിമയ്ക്കൊന്നും പോണ്ട. എന്നാ വേണ്ട, ഐസ്ക്രീം തൊണ്ടവേദന. ഇവന്റെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. ഞാനല്ലാതെ വേറെ ആരെയും സെറ്റാക്കൂ? ഒരു മരം കൂടെ തന്നെ. ആ മൂടങ്ങ് പോയി. വിഷുവൊക്കെ ആവാൻ തോന്നി. കാഷ്യൂസ് ഫിസ്റ്റിലൊക്കെ പൂത്തു തുടങ്ങി. എന്ത് ഫെസ്റ്റിവലാ? കാഷ്യൂസ് ഫിസ്റ്റില. കാഷ്യൂസ് ഫെസ്റ്റിവലോ? അതെന്ത് കുന്താ? എടി കണിക്കൊന്നല്ലേ വിഷുവിന് കണിക്ക് വെക്കുന്നേ? അന്നറിയില്ല. ഇതിന് 5 പൈസക്കുള്ള വിവരമല്ലല്ലോ. ഇവിടൊക്കെയാണല്ലോ ഞാൻ കയറി പ്രണയിച്ച്. പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്താൽ മതി. എന്തൊക്കെയായാലും ഇവിടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ ബേബി, ഈ അടുത്ത് ഞാൻ പോവാൻ മതിയാവും കേട്ടോ. എവിടെ പോകുന്ന കാര്യം പറഞ്ഞ്? അല്ലടാ, ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാനേ ഇപ്പൊ പോയേ പറ്റൂ. ഒന്നും വിചാരിക്കല്ലേ. അതിനിപ്പോ എന്താ, ഈ പഠിച്ചു വാ. വിഷമൊന്നുമില്ല ഞാൻ പോകുന്നതിന്. ഇല്ല, ഈ പഠിക്കാനല്ലേ പോകുന്നത്, കുഴപ്പമില്ല, പഠിച്ചു വാ. അപ്പൊ പഠിപ്പിനെ സെറ്റാക്കി തന്നെയാണ്. എടാ വാടാ, നമുക്ക് നടന്ന് സംസാരിക്കാം. അയ്യോ സോറി, പണ്ടത്തെ കാലത്തെ പോയി പോയതാ.
ഇവർ രണ്ടാളും സെറ്റായി തോന്നുന്നു. എൻ്റെ ഫസ്റ്റ് ലവ്വാ അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അതൊന്നും കുഴപ്പമില്ല, ഇതെന്റെ ഫസ്റ്റ് അല്ല, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്ന് കറങ്ങിക്ക് വേണമെങ്കിൽ. ഞാനോ? കറങ്ങി അതന്നെ. നമ്മൾ സെറ്റല്ലേ ബേബി? അപ്പുകുട്ടാ 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 എന്താ എന്താ അപ്പുകുട്ടാ എന്താണോ പാപ്പ? ഓരോട് സംസാരിച്ചിരിക്കാൻ നമുക്ക് പോവാ. ഞാൻ പറയാൻ വിളിച്ച. ഓ ഇതൊക്കെ എൻ്റെ ഒരു സ്വപ്നല്ലേ? ഓ ഈ സ്വപ്നത്തിന്റെ ഒരു കാര്യം. ക്ലാസ് തുടങ്ങാനേ. ഇപ്പൊ ഞാൻ ഹോസ്റ്റലിലൊക്കെ പോകാൻ വേണ്ടി നോക്കുകയാണ്. ഇനി മിക്കവാറും കുറെ കഴിയും കാണാൻ. അങ്ങനെ പെട്ടെന്ന് പോകാനാണെങ്കിൽ പിന്നെന്തിനാ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇന്നെ വലിച്ചടിച്ചത്? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് കൂടുതൽ സ്നേഹമുള്ളത് ഞാൻ കേട്ടെ. എനിക്ക് അങ്ങനെയൊക്കെ പറയാം. ആകെ റിലാക്സേഷൻ കിട്ടുന്ന എന്നെ കാണുമ്പോൾ മാത്രം. എടാ അങ്ങനൊന്നും പറയല്ലേ, പോയല്ലേ പറ്റൂ. ക്ലാസ് ഒക്കെ തുടങ്ങല്ലേ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞോളൂ എത്ര പെട്ടെന്ന് പോകുന്നു. നേരത്തെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? ഞാൻ കുറെ സ്ഥലം പിന്നാലെ വരുന്നു, എപ്പോഴും ഒഴിഞ്ഞു മാറല്ലേന്നു. എനിക്ക് കുറേ ടോപ്പിക്സ് കവർ ചെയ്യാണ്ടേനി, അതാ എൻ്റെ പിന്നാലെ നടക്കാൻ. എൻ്റെ ലൈഫിൽ പഠനത്തിൽ ഒരുപാട് ഫോക്കസ്ഡ് ആണ്. പിന്നെ എങ്ങനെ എൻ്റെ വയ്യാതെ നടക്കാൻ സമയം ഉണ്ടാവുക? അതിൻ്റെ ഇടയിൽ കൂടെ ഈ പോവുക എന്ന് പറയുന്നതും ഇതെല്ലാം കൂടെ ഞാനെങ്ങനെ ഫേസ് ചെയ്യുക? മെൻ്റലി ഡൗൺ ആയിപ്പോ ഞാൻ. എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇവർ ശരിക്കും ട്രൂ ലവ് ആണോ? ഇതൊക്കെ നടക്കുവോ? യഥാർത്ഥ പ്രണയമൊക്കെ ഞാൻ നടക്കുന്നതായിട്ടാ കാണുന്നത്. പക്ഷെ ഞാനും ബേബിയും കൂടി ഉള്ള ലവ് അല്ലേ ട്രൂ ലവ്? ഇവർക്ക് ലവ് ആണോ? എന്റേതാ ശരിക്കും ലവ്. ഓ മൈ ബേബി. നന്ദുബാബൻ എന്താ ഇവിടെ? ഇതെന്താ ഇവിടെ? ഞാൻ ഇവിടെ എന്താ നടക്കുന്നത് നോക്കാൻ വന്നാ. ഞാൻ നോക്കിക്കോളാം അവരെ കാര്യമോ. ഈ ആത്തേ കയറിപ്പോ വല്യമ്മണ്ടാടെ. ഇവരിപ്പോ എന്താ അവിടെ നിന്ന് സംസാരിക്കുന്നേ? കുറെ നേരമായാലും സംസാരം തുടങ്ങിയിട്ട്. എന്തോ കൊഞ്ചി കുഴയുണ്ട് ഇവർ രണ്ടുപേരും കൂടി. ഓ ഈ നന്ദുബാബനം കൊണ്ടാവൂല. ആടെന്താ നടക്കാൻ നോക്കി വരികേ. എന്തെങ്കിലും ആവട്ടെ. അല്ല നന്ദുബാബ ഇനി അവരെ പോയി അടിക്കുകയോ? ചാൻസസ് കൂടുതലാ. ഓനാണെ ഭയങ്കര ദേഷ്യക്കാരനും. ഓന്റെ സ്വഭാവം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എന്താടാ പ്രശ്നം? കുറെ നേരമല്ലേ രണ്ടാളും തുടങ്ങിയിട്ട്? ഒരു ഭാഗത്ത് പാറു അപ്പു, ഒരു ഭാഗത്ത് ഈയും കണ്ണനും. എന്താ അവിടെ നടക്കുന്നേ? രണ്ടാളൊന്നും പറയണ്ട വിചാരിച്ചിരിക്കുമ്പോ എന്താണ് അവിടെ? എന്താണ് ഏട്ടാ ഒന്നും വിചാരിക്കരുത്, അറിയാതെ ഇഷ്ടപ്പെട്ടു പോയത്. ഏട്ടാ ദയവ് ചെയ്തത് വീട്ടിൽ അച്ഛനും അമ്മയോടൊന്നും പറയരുതേ. അറിയാതെ ഇഷ്ടപ്പെട്ടു പോയതാ. അതെങ്ങനെയാടി അറിയാതെ ഇഷ്ടപ്പെട്ടു പോവാ? കുറെ കാലം തീറ്റി പോയിട്ട് വലുതാക്കി ഇത്ര വലുപ്പമായിട്ട് അനക്ക് ഇഷ്ടപ്പെടാനുള്ള? ഓൻ പഠനത്തിൽ ഒരുപാട് ഫോക്കസ്ഡ് ആണ്. ലൈഫിൽ ഫോക്കസും ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തവർ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഈ അല്ലാതെ നമ്മളെ കയറി പണയിക്കോ? മേലാവനെ പിന്നെ നടന്നു പോയത്. നിന്നെ ഞാൻ മറക്കില്ലായിരുന്നതിന് തെളിവായി. നിനക്കെന്നെ ഓർക്കാനായി. നമ്മളിൽ മുട്ടിട്ട് വിരിയുന്ന സ്നേഹത്തിന് എന്താ ഇപ്പൊ പറയാ? അതന്നെ. എണീക്കടാ, എന്താ കിടക്കുന്നേ? അളിയാ നന്ദുപാപ്പൻ എന്താ റോട്ടുമ്മ കിടന്നുറങ്ങുന്ന? പിടിക്കല്ലേ